ഉപയോഗിച്ചു വന്ന സാമൂഹിക മാധ്യമത്തിൽ ഇരുവരും വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി ചാർത്തുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസുകളായും ഫേസ്ബുക്കിൽ പോസ്റ്റുകളായും ലവ് യു എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത് പ്രവീൺ ചെയ്തതാണ്. ഇത് ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഗായത്രി താനുമായിട്ട് പിണങ്ങി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മനോവിഷമത്തിൽ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഇയാളുടെ തന്ത്രങ്ങളായിരുന്നു കണ്ട ഫേസ്ബുക്ക് പോസ്റ്റും വാട്സാപ്പ് സ്റ്റാറ്റസുകളും. അങ്ങനെ ലവ് യു എന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇയാൾ ആ ഹോട്ടൽ റൂമിൽ തുടർന്നു. ഏകദേശം 5:30 ഇയാൾ 7 മണിയോടുകൂടി ഇയാൾ ആ റൂം വിട്ട് ഈ ഗായത്രി റൂമിൽ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഇയാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇയാളുടെ ബൈക്കിലാണ് ഗായത്രിയെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് ഇയാൾ കൊല്ലം പരവൂരിലേക്ക് തിരികെ പോകുന്നത്, ഇയാളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത് ബസ്സിലാണ്. ഈ ബൈക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ബൈക്ക് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇയാൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗായത്രിയെ കാണാനില്ലല്ലോ. വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയ പെൺകുട്ടിയെ കാണാനില്ല. അപ്പോൾ ഈ സാമൂഹിക മാധ്യമ പോസ്റ്റും വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ ഗായത്രിയുടെ സഹോദരിയായിട്ടുള്ള ജയശ്രീ വിദ്യാർത്ഥിനിയാണെന്ന് ഈ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എവിടെയാണെന്നറിയാൻ. അപ്പോൾ ഫോൺ എടുക്കുന്നത് പ്രവീണാണ്. പ്രവീൺ എടുത്തതിന് ശേഷം ഗായത്രി തൻ്റെ കൂടെയുണ്ട്, ഇനി അവളെ ആരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു.